ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ മോഡൽ എക്സാമിനെയും പബ്ലിക് എക്സാമിനെയും സമീപിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിനപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ആദ്യത്തെ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്ററുകൾ ഉണ്ട്. ആ 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ മാത്രം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിലേതെങ്കിലും ഒരു ചാപ്റ്റർ വിട്ടാൽ പോലും എത്രത്തോളം മാർക്ക് കുറയും എന്ന കാര്യവും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചാപ്റ്റേഴ്സിലോട്ട് നിങ്ങൾ കടക്കുവാനായിട്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അറിഞ്ഞിരിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഈ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഈ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഒരുപാട് കോൺസെപ്റ്റ്സും പഠിക്കാനുണ്ട്. അതിനോടൊപ്പം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നല്ലപോലെ വരുന്നതാണ്. പിന്നെ ബാറ്ററി, കൊറോഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം വരുന്നുണ്ട്. 9 മാർക്കാണ് ഉണ്ടായിരിക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവരെ എല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. 9 മാർക്ക്. 9 മാർക്കിന് 5 6 മാർക്കിന് ഉറപ്പായും പ്രോബ്ലംസ് തന്നെയായിരിക്കും ആ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുക. DF എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 10 മാർക്കാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ 10 മാർക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഹാലോ ആൽക്കിൻ, ഹാലോ ഓറേറ്റ്സ് എന്ന് പറയുന്ന 7 മാർക്കും ആൽക്കോൾ ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന 8 മാർക്കുമാണുള്ളത്. അതിനുശേഷം വരുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ചാപ്റ്റർ, കൊലകൊമ്പൻ ചാപ്റ്റർ. പക്ഷെ വളരെ ഈസിയാണ്. അവിടെയുള്ള കൺസെപ്റ്റ്സും കെമിക്കൽ റിയാക്ഷനുകൾ എല്ലാം പഠിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടാത്ത ഒരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അമൈൻസ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ 5 മാർക്കും ബയോമോളിക്യൂൾസിന് 5 മാർക്കുമാണ്. നമ്മളുടെ എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്കാണ്. ഈ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകുന്നത്. ഓരോ ദിവസവും നമ്മളുടെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററുകളുടെ എണ്ണം നിങ്ങൾ എടുത്താൽ, നിങ്ങൾ അതിനോടൊപ്പം തന്നെ അതിന്റെ മാർക്കുകളും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദിവസം കഴിയുന്നതോടും എത്ര ചാപ്റ്ററുകൾ കവർ ചെയ്ത് കഴിഞ്ഞു, എത്ര മാർക്കുകൾ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ആരംഭിക്കുന്ന ഈ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ചാപ്റ്റർ വൈസ് വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ക്ലാസ് മാക്സിമം എല്ലാവരും നിർബന്ധമായി ഫോളോ ചെയ്തേ പറ്റൂ. അപ്പുറം നിങ്ങൾക്ക് ഒരു സ്റ്റഡി ചലഞ്ച് തരാനുള്ള സമയമില്ല. 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ഇത് മോഡൽ എക്സാമിന് മുൻപ് കഴിഞ്ഞാൽ, മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ പബ്ലിക് എക്സാം വരികയാണ്. വെയിറ്റേജ് മനസ്സിലാക്കുക. ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജുമായിട്ട് ഓരോ സബ്ജക്റ്റിലെ ടീച്ചേഴ്സും വരുന്നതായിരിക്കും. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ സെറ്റാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.